ഒരിക്കൽ കൂടി എല്ലാവർക്കും കേരള ടെക് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരാൻ പോകുന്ന SSC/JEE 2020 എക്സാമിന് വേണ്ടിയിട്ട് ഇലുമിനേഷൻ എന്ന പോർഷനിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസിൽ കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണോടിക്കുകയാണ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാരണം SSC/JEE പോലത്തെ എക്സാമുകളൊക്കെ എപ്പോഴും ഒരു റിപ്പീറ്റിംഗ് ടൈപ്പ് പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് SSC/JEEക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ അവസാനത്തെ 10 ദിവസം പഠിക്കാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ലാംബർട്ട്സ് സ്ക്വയർ ലോ the illumination on a surface is proportional to. ലാംബർട്ട്സ് ലോ അനുസരിച്ച് ഒരു സർഫസിലേക്ക് വരുന്ന ഇലുമിനേഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ലാംബർട്ട്സ് സ്ക്വയർ ലോ പറയുന്നത് വേറെ ഒന്നല്ല. when light falls on a surface obliquely, ഒരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഇത് സോഴ്സ് എസ് എന്ന് വിളിക്കാം. ഓക്കെ, അത് ഒരു സർഫസിൽ ഫോളോ ചെയ്യാണ്. മീൻസ് സപ്പോസ് ദിസ് ഇസ് സർഫസിലാണ്, ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ കൺസിഡറേഷൻ എങ്കിൽ. ഓക്കെ, ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ്. ഓക്കെ, ഈ ഒരു സർഫസിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇലുമിനേഷൻ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ. ഈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്? കൊസൈൻ ഓഫ് ദി ആംഗിൾ. ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദി ആംഗിൾ. എന്ത് ആംഗിൾ? ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷനും പിന്നെ എന്ത് തമ്മിലാണ്? ആൻഡ് സർഫസ് നോർമൽ. ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഇതിന്റെ നോർമൽ എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഇതിന്റെ നോർമൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പറയുന്നത് വേറെ ഒന്നുമില്ല. അക്കോർഡിംഗ് ടു ലാംബർട്ട്സ് ലോ അനുസരിച്ച് ദ ഇലുമിനേഷൻ ഓൺ എ സർഫസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് ദി സർഫസ് നോർമൽ. ഓക്കെ, ഇതിന്റെ ക്യൂബിനാണ് ഇത് പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ലാംബർട്ട്സ് സ്ക്വയർ ലോ മൊത്തത്തിൽ ഏതാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഇലുമിനേഷൻ ലെവൽ വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു കോസ് ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ H സ്ക്വയർ. H എന്ന് പറഞ്ഞാൽ ഈ സോഴ്സിൽ നിന്ന് ഈ സർഫസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷനെയാണ് നമ്മൾ H എന്ന് വിളിക്കുക. ഓക്കെ, ഇതിൽ I എന്ന് പറഞ്ഞാൽ ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ, H എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ആണ്. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർത്തിരിക്കുക, ലാംബർട്ട്സ് സ്ക്വയർ ലോ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. I ഇൻറ്റു കോസ് ക്യൂബ് ഡിവൈഡഡ് ബൈ H സ്ക്വയർ. അതിൽ H സ്ക്വയർ എന്താണ്? അതിന്റെ ഹൈറ്റ് ആണ്, സർഫസ് നോർമലിലുള്ള ഡിസ്റ്റൻസ് ആണ് H. കോസ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് ഇൻസിഡന്റ് ലൈറ്റ് ഉള്ളത് അതും ആ സർഫസിന്റെ നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ്. I എന്ന് വെച്ചാൽ ആ സോഴ്സിന്റെ ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരാം ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വട്ടം മീൻസ് ഇലുമിനേഷൻ പ്രൊപ്പോർഷണൽ ടു കോസ് ക്യൂബ് തീറ്റ എന്ന് ചോദിച്ചെങ്കിൽ ഒരുപക്ഷെ അടുത്ത ചോദ്യത്തിൽ അടുത്ത വട്ടം ഒരുപക്ഷെ എന്തിന് ഇന്റൻസിറ്റിക്കും പ്രൊപ്പോർഷണൽ ആണ്, അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദി സർഫസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സ് ഗീവ്സ് ഹയസ്റ്റ് ലുമൻസ് പെർ വാട്ട്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ബൾബാണ് അല്ലെങ്കിൽ ഏത് ലാമ്പാണ്, ഏത് ഇലക്ട്രിക് ഡിസ്ചാർജ് ലാമ്പാണ് ഹയസ്റ്റ് ലുമൻസ് പെർ വാട്ട് തരാം? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ദി ഹയസ്റ്റ് ലുമൻസ് പെർ വാട്ട് തരുന്ന ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പാണ്. ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹയസ്റ്റ് ലുമൻസ് പെർ വാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് ലാമ്പാണ് സോഡിയം വേപ്പർ ലാമ്പ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ്. എല്ലാ ഇതുകളും ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സിന്റെ എക്സാമ്പിൾ ആണ്. അതിൽ ഏതാണ് ഹയസ്റ്റ് ലുമൻസ് പെർ വാട്ട് തരാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോഡിയം വേപ്പർ ലാമ്പാണ് ഹയസ്റ്റ് ലുമൻസ് പെർ വാട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൽ സോഡിയം വേപ്പർ ലാമ്പ് അപ്രോക്സിമേറ്റ്ലി അവർ കൊടുക്കുന്നത് 200 ലുമൻസ് പെർ വാട്ടാണ്. സോഡിയം വേപ്പർ ലാമ്പ് 200 ലുമൻസ് പെർ വാട്ടാണ്. അതുപോലെ പിന്നെ നിയോൺ ലാമ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് 15 to 14 ആണ്. നിയോൺ ലാമ്പ് 15 to 14 ലുമൻസ് പെർ വാട്ടാണ്. അതുപോലെ തന്നെ മെർക്കുറി വേപ്പർ ലാമ്പ് കൊടുക്കുന്നത് 30 to 50 ലുമൻസ് പെർ വാട്ടാണ്. നമ്മുടെ
മെർക്കുറി വേപ്പർ ലാമ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സിന്റെ എക്സാമ്പിൾസ് ആണ് കണ്ടത്. സോഡിയം വേപ്പർ ലാമ്പ്, നിയോൺ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, ഇതൊക്കെ ഇലക്ട്രിക് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ലാമ്പാണ്. അതിൽ ഹയസ്റ്റ് ലൂമൻസ് പെർ വാട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സോഡിയം വേപ്പർ ലാമ്പാണ്. മൂന്നാമത്തെ ചോദ്യം, ദി ഫങ്ഷൻ ഓഫ് ചോക്ക് ഇൻ ദ ഫ്ലൂറസെന്റ് ട്യൂബ് സർക്യൂട്ട് ഈസ് ടു. നമ്മുടെ വീടുകളിൽ കാണുന്ന നമ്മുടെ സാധാ ട്യൂബ്, ഫ്ലൂറസെന്റ് ട്യൂബ്, അതിൽ നമ്മൾ ചോക്ക് ഉപയോഗിക്കാറുണ്ട്. ആ ചോക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? 4 ഓപ്ഷൻസ് ഉണ്ട്. എലിമിനേറ്റ് റേഡിയോ ഇന്റർഫറൻസ്, റെഡ്യൂസ് നോയ്സ്, റെഡ്യൂസ് ഫ്ലിക്കർ ആൻഡ് ഇനിഷ്യേറ്റ് ദി ആർക്ക് ആൻഡ് സ്റ്റെബിലൈസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ചോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അതൊരു നമ്മുടെ ഇൻഡക്ടറാണ്. നമുക്കറിയാം ഇൻഡക്ടറിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്, നമ്മളൊരു കോയിൽ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടറാണ്. അത് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊവൈഡ് എ ഹൈ വോൾട്ടേജ്. ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കും. ഇത് എന്താണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചോക്ക് യൂസ് ചെയ്യുക? ഇറ്റ് പ്രൊവൈഡ്സ് എ ഹൈ വോൾട്ടേജ് കൊടുക്കും. എന്തിനാണ് ഹൈ വോൾട്ടേജ് കൊടുക്കുന്നത്? ടു അയനൈസ് ദി ഗ്യാസ് ആറ്റംസ് ഇൻ ദി ട്യൂബ് ലൈറ്റിലുള്ള ഗ്യാസ് ആറ്റത്തിനെ അയനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റ് ദി ആർക്ക് ആൻഡ് സ്റ്റെബിലൈസ് ഇറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഇത് പലവട്ടം ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ചോക്കിലെ ഒരു ഫ്ലൂറസെന്റ് ട്യൂബിലെ ചോക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? ദ ഫംഗ്ഷൻ ഓഫ് എ ചോക്ക് ഇൻ ഫ്ലൂറസെന്റ് ട്യൂബ് ഇസ് ടു ഇനിഷ്യേറ്റ് ദി ആർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനും ആ ആർക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാനും. ആർക്ക് സ്റ്റെബിലൈസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ആ ലൈറ്റ്, വെള്ള ലൈറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടാം. ഓക്കെ, നോർമലി ഈ ചോക്ക് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഫിലമെന്റ് ആസ് വെൽ ആസ് സപ്ലൈ. ഓക്കെ, ഈ ചോക്ക് നോർമലി സീരീസ് ആയിട്ടാണ് ഫിലമെന്റ് ആയിട്ട് കണക്ട് ആവുക. അതും ഓർത്തിരിക്കാം. അപ്പോൾ ആദ്യത്തെ ചോക്കിന് ഓർത്തിരിക്കേണ്ടത് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ചോക്ക് ഒരു ഇൻഡക്ടർ ആണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടത് സീരീസ്ലി കണക്റ്റഡ് വിത്ത് ഫിലമെന്റുമായിട്ട് സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. പലവട്ടം SSC JEE റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അടുത്തത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് പവർ ഫോർ ഇലുമിനേഷൻ ഇൻ ലോക്കോമോട്ടീവ് ഈസ് പ്രൊവൈഡഡ് ബൈ. ഇലക്ട്രിക് പവർ, അതായത് നമ്മുടെ ലോക്കോമോട്ടീവിലെ ഇലക്ട്രിക് പവർ, ഇലുമിനേഷന് വേണ്ട ഇലക്ട്രിക് പവർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക? മെയിൻ സ്ട്രീം എഞ്ചിൻ വഴിയാണോ, സ്മോൾ ടെർബോ ജനറേറ്റർ വഴിയാണോ, ബാറ്ററി വഴിയാണോ, അതോ സോളാർ സെൽസ് വഴിയാണോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സ്മോൾ ടെർബോ ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോക്കോമോട്ടീവ്സിലെ ഇലുമിനേഷന് വേണ്ടി നമ്മൾ ഇത് കൊടുക്കുക. ഓക്കെ, ഓർത്തിരിക്കുക, ഇലുമിനേഷനിലെ ലോക്കോമോട്ടീവ്സിൽ നമ്മൾ യൂസ് ചെയ്യാം സ്മോൾ ടെർബോ ജനറേറ്റർ ആണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് എക്യുപ്മെന്റ്സ് ഹാസ് ദ ലോവസ്റ്റ് പവർ ഫാക്ടർ? തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് എക്യുപ്മെന്റിനാണ് ലോവസ്റ്റ് പവർ ഫാക്ടർ ഉണ്ടാവുക? ഫുള്ളി ലോഡഡ് ഇൻഡക്ഷൻ മോട്ടർ, ഇമേർഷൻ ഹീറ്റർ, ഇൻകാൻഡിസൻ ലാമ്പ്, ആർക്ക് ലാമ്പ്. 4ഉം ഒരു ഇൻഡക്റ്റീവ് എലിമെന്റ് ആണ്. ഓക്കെ, 4ഉം ഒരു ഇൻഡക്റ്റീവ് എലിമെന്റ് ആണ്. ഫുള്ളി ലോഡഡ് ഇൻഡക്ഷൻ മോട്ടർ ആയാലും, അതുപോലെ തന്നെ ഇമേർഷൻ ഹീറ്റർ ആയാലും, ഇൻകാൻഡിസൻ ലാമ്പ്, ആർക്ക് ലാമ്പ്, എല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? എല്ലാം ഇൻഡക്റ്റീവ് ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് നമുക്കറിയാം അത് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. അതിൽ ഏറ്റവും ലീസ്റ്റ് ഇതുള്ളത് ഏതാണ്? ഏറ്റവും ലോവസ്റ്റ് പവർ ഫാക്ടർ ഉള്ളത് ഏതിനാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ വരാം ആർക്ക് ലാമ്പ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പവർ ഫാക്ടർ ഉള്ളത് ആർക്ക് ലാമ്പ് ആയിരിക്കും. ഓർത്തിരിക്കുക. അതുപോലെ ഓർത്തിരിക്കുക, ആർക്ക് ലാമ്പ് ഏത് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ അത് ലോവസ്റ്റ് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. 2 ചോദ്യങ്ങൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇയേഴ്സിൽ ചോദിച്ചാൽ 2008 ചോദിച്ചത് ആർക്ക് ലാമ്പ് ഏത് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. 2011 ചോദിച്ചാണ് ഇത് ഏത് തന്നിരിക്കുന്ന എക്യുപ്മെന്റ്സിൽ ഏതിനാണ് ലോവസ്റ്റ് പവർ ഫാക്ടർ ഉള്ളത്? അത് ആർക്ക് ലാമ്പിനാണ്. ഓക്കെ, അടുത്തത് ആറാമത്തെ ചോദ്യം, ദി കളർ ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പ് വെൻ ഗ്ലോവിംഗ് സ്റ്റെഡിലി ഇസ്. ഓക്കെ, അതായത് സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പിന്റെ കളർ എന്ത് കളറാണ്? അത് സ്റ്റെഡിലി ഗ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് കളറാണ് നമ്മുടെ സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പിന്? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, യെല്ലോ കളറാണ് സ്റ്റെഡിലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഓർത്തിരിക്കുക, സ്റ്റെഡിലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം, 7th ക്വസ്റ്റ്യൻ, ദ ഇന്നർ സർഫസ് ഓഫ് എ ഫ്ലൂറസെന്റ് ട്യൂബ് ഈസ് കോട്ടഡ് വിത്ത് എ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ വിച്ച്.
നമ്മുടെ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുന്ന നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ആ ഇന്നർ സർഫസ് അത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ അൾട്രാ വയലറ്റ് റേസിനെയും അതുപോലെ തന്നെ വിസിബിൾ റേസിനെ റേഡിയേറ്റ് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലൂറസെന്റ് ട്യൂബിൽ നമ്മൾ കോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടു അബ്സോർബ് അൾട്രാ വയലറ്റ് റേസ് ആൻഡ് ടു റേഡിയേറ്റ് വിസിബിൾ റേസ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇന്നർ സർഫസ് ഓഫ് എ ഫ്ലൂറസെന്റ് ട്യൂബ് കോട്ട് ചെയ്യുക. ആ കോട്ട് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോസ്ഫറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, നമ്മൾ കോട്ട് ചെയ്യുന്ന ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോസ്ഫറാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് സർഫസസ് ആസ് ദ ലോവസ്റ്റ് റിഫ്ലക്ഷൻ ഫാക്ടർ ഫോർ വൈറ്റ് ലൈറ്റ്? വെള്ള ലൈറ്റിന് ലോവസ്റ്റ് റിഫ്ലക്ഷൻ ഫാക്ടർ തന്നിരിക്കുന്ന ഏത് സർഫസിനാണ് ഉള്ളതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, ഏതിനായിരിക്കും? നോർമലി ബ്ലൂ കർട്ടൻസിനാണ് നമുക്ക് ലോവസ്റ്റ് റിഫ്ലക്ഷൻ ഫാക്ടർ ഉള്ളത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബ്ലൂ കർട്ടൻസിനാണ് ലോവസ്റ്റ് റിഫ്ലക്ഷൻ ഫാക്ടർ ഫോർ വൈറ്റ് ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക. 9ാമത്തെ ചോദ്യം, ഇൻ എ ഫ്ലൂറസെന്റ് ട്യൂബ് സർക്യൂട്ട് ഹൈ വോൾട്ടേജ് സർജ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഒരു ഫ്ലൂറസെന്റ് ട്യൂബിലെ ഹൈ വോൾട്ടേജ് സർജ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? നേരത്തെ കണ്ടു, ചോക്ക് വഴിയാണ് ഹൈ വോൾട്ടേജ് നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് ഇനീഷ്യലൈസ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഫ്ലൂറസെന്റ് ട്യൂബിൽ ചോക്ക് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദി കളർ ഓഫ് ദി ലൈറ്റ് ഗിവൺ ബൈ എ സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പ് ഈസ്. സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് മീൻസ് കളർ ഏതാണ്? നമ്മൾ അടുത്ത് കണ്ടു യെല്ലോ ആണെന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ യെല്ലോ ആണ്, ഓപ്ഷൻ സി ആണ്. അടുത്തത്, ദ ഡൊമസ്റ്റിക് ലോഡ് ദാറ്റ് ഹാസ് UPF ഈസ്. ഡൊമസ്റ്റിക് ലോഡ് ഏത് ലോഡിനാണ് യൂണിറ്റി പവർ ഫാക്ടർ ഉള്ളത്? ഡൊമസ്റ്റിക് ലോഡിൽ ഏത് ലോഡിനാണ് യൂണിറ്റി പവർ ഫാക്ടർ ഉള്ളത്? നമുക്കറിയാം, നമ്മുടെ ഫിലമെന്റ് ലാമ്പിൽ നമ്മുടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ടങ്സ്റ്റൺ പോലത്തെ. അപ്പോൾ അതിന് നമുക്കറിയാം റെസിസ്റ്റൻസിന് പവർ ഫാക്ടർ യൂണിറ്റി ആണ്. അപ്പോൾ ഡൊമസ്റ്റിക് ലോഡ് ദാറ്റ് ഹാസ് UPF ഈസ് ഫിലമെന്റ് ലാമ്പ്. അടുത്തത് 12ാമത്തെ ചോദ്യം, ഇൻ എ ഫ്ലൂറസെന്റ് ട്യൂബ് സർക്യൂട്ട് ദി ഫംഗ്ഷൻ ഓഫ് ചോക്ക് ഈസ് പ്രൈമറിലി ടു. വീണ്ടും ഇതാ 2014 വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, ഫ്ലൂറസെന്റ് ട്യൂബ് സർക്യൂട്ടിലെ ചോക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു ഇനിഷ്യേറ്റ് ദി ഡിസ്ചാർജ്. ഓക്കെ, ആർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ, ടു ഇനിഷ്യേറ്റ് ദി ഡിസ്ചാർജ്. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യം, യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ് ലൂമൻ ആണ് ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഓർത്തിരിക്കുന്നത് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം, ലൂമൻസ് ഇൻ വിച്ച് ഓഫ് ദി വാട്ട് among the following lumen is unit of which of the following quantities? luminous flux തന്നിട്ട് അതിൽ ഏതാണ് lumen അല്ലെങ്കിൽ lumen തന്നിട്ട് തന്നിരിക്കുന്ന 4 ക്വാണ്ടിറ്റീസിൽ അത് ഏതിന്റെ യൂണിറ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യം, ഇൻ എ DC operation of fluorescent tube the life of the tube is. ഓക്കെ, അതായത് ഫ്ലൂറസെന്റ് ട്യൂബ് നമ്മൾ DC ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്യൂബിന്റെ ലൈഫ് എന്തായിരിക്കും? ഓക്കെ, അതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഡിക്രീസസ് ബൈ അബൌട്ട് 80%. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇറ്റ് ഡിക്രീസ് ബൈ അബൌട്ട് 80% ആസ് ദാറ്റ് ഓഫ് AC ഓപ്പറേഷൻ. ഓക്കെ, പിന്നെ DC ഓപ്പറേഷനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രോബോസ്കോപ്പിക് എഫക്ട്, ACയിൽ ഒരു സ്ട്രോബോസ്കോപ്പിക് എഫക്ട് എന്ന് പറയുന്ന ഒരു എഫക്ട് ഉണ്ട്. ഓക്കെ, അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് DCയിൽ പറ്റും, DC ഓപ്പറേഷനിൽ പറ്റും. പക്ഷെ അതിന്റെ ലൈഫ് സൈക്കിൾ കുറയും, 80% ആയി മാറും. ഓക്കെ, അടുത്തത് 15ാമത്തെ ചോദ്യം. ഈ നമ്മൾ നോക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 15ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഫ്ലൂറസെന്റ് ട്യൂബ് കോൾഡ്. നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബിൽ നടക്കുന്ന ആ പ്രോസസ്, അതായത് നമ്മുടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് പ്രോസസ്സാണ് ഫ്ലൂറസെന്റ് ട്യൂബിൽ നടക്കുന്നത്? ഓക്കെ, ഗ്യാസസ് ഡിസ്ചാർജ് ആണ് നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബിൽ നടക്കുന്ന പ്രോസസ്. ഓക്കെ, ഓർത്തിരിക്കുക, ഗ്യാസസ് ഡിസ്ചാർജ് ആണ് നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബിൽ നടക്കുന്ന പ്രോസസ്. ഓക്കെ, 16ാമത്തെ ചോദ്യം, ഇൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സിലെ ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, നേരത്തെ പറഞ്ഞ ഫ്ലൂറസെന്റ് ട്യൂബിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ
ഗ്യാസസ് ഡിസ്ചാർജ് ആണ്. അതേസമയം ഇലക്ട്രിക് ഡിസ്ചാർജ്, ഓർത്തിരിക്കുക, ഇലക്ട്രിക് ഡിസ്ചാർജ് ലാമ്പിൽ നടക്കുന്നത് അയണൈസേഷൻ ഇൻ എ ഗ്യാസ് ഇൻ വേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റും ഓർത്തിരിക്കുക. ഫ്ലൂറസെന്റ് ട്യൂബിൽ നടക്കുന്നത് ഗ്യാസസ് ഡിസ്ചാർജ് വഴിയും ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സിൽ നടക്കുന്നത് അയണൈസേഷൻ ഇൻ ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ വഴിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് 17ാമത്തെ ചോദ്യം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു ലൈറ്റിംഗ് ക്വാളിറ്റി ഈസ്, അതായത് ലൈറ്റിംഗ് ക്വാളിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണ്? കളർ, ഇലുമിനേഷൻ, ഗ്ലയർ, യൂണിഫോം ലൈറ്റിംഗ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏതാണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗ്ലെയർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓർത്തിരിക്കുക, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു ലൈറ്റിംഗ് ക്വാളിറ്റി ഈസ് ഗ്ലെയർ. അടുത്തത് 18ാമത്തെ ചോദ്യം. ദി പവർ ഫാക്ടർ ഓഫ് എ ഫ്ലൂറസെന്റ് ട്യൂബ് ഈസ് അബൌട്ട് ലാമ്പ്. ഫ്ലൂറസെന്റ് ട്യൂബ് അല്ല, ഫ്ലൂറസെന്റ് ലാമ്പ്. ഫ്ലൂറസെന്റ് ലാമ്പിന്റെ പവർ ഫാക്ടർ അപ്രോക്സിമേറ്റ് എത്രയാണ്? അത് നമുക്കറിയാം, ലാഗിങ് ആയിരിക്കും. എത്രയായിരിക്കും ലാഗിങ്? 0.5. ഓപ്ഷനിലെ ലാഗ് ലീഡ്, പക്ഷെ നമുക്കറിയാം ലാഗ് ആണ്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി അബൌട്ട് 0.5 ലാഗ്. അടുത്തത് 19ാമത്തെ ചോദ്യം. ദി സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ ഇൻ ഇലുമിനേഷൻ ലൈസ് ബിറ്റ്വീൻ, അതായത് സ്പേസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ഇലുമിനേഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിനിടയിലെ ആയിരിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഓപ്ഷൻ സി ആണ്, 1 to 1. സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ ഇൻ ഇലുമിനേഷൻ ലൈസ് ബിറ്റ്വീൻ 1 to 2. അടുത്തത് 20ാമത്തെ ചോദ്യം. To prevent excessive brightness, which type of lighting scheme is used? ഓക്കെ, അതായത് എക്സസീവ് ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് എന്ത് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് സ്കീമാണ് യൂസ് ചെയ്യുക? അപ്പോൾ എക്സസീവ് ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഡയറക്റ്റ് ആവില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ലോക്കലും ജനറൽ ആവില്ല, ഇറ്റ് വിൽ ബി ഇൻഡയറക്റ്റ്. അപ്പോൾ ഓർത്തിരിക്കാം, ടു പ്രിവെന്റ് എക്സസീവ് ബ്രൈറ്റ്നസ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് സ്കീമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് ഒരുപക്ഷെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന നേരിട്ട് ഫ്ലൂറസെന്റ് ട്യൂബ്, അത് നമുക്ക് നേരിട്ടാണ് കിട്ടുക. ഓക്കെ, ഇൻഡയറക്റ്റ് ആകുമ്പോൾ അതിനൊരു റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ. ഓക്കെ, അടുത്തത് 21ാമത്തെ ചോദ്യം. ദി ഫംഗ്ഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ഇൻ ഫിലമെന്റ് ലാമ്പ്. ഓക്കെ, ഫിലമെന്റ് ലാമ്പിൽ കാണുന്ന ഇനേർട്ട് ഗ്യാസിന്റെ ഫംഗ്ഷൻ എന്താണ്? അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, മിനിമൈസ് ദി എഫക്ട് ഓഫ് ഇവാപ്പറേഷൻ ഡ്യൂറിങ് സർവീസ്. ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവാപ്പറേഷന്റെ എഫക്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഫിലമെന്റ് ലാമ്പിൽ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് ദ ഗ്യാസ് യൂസ്ഡ് ഇൻ ഗ്യാസ് ഫിലമെന്റ് ലാമ്പ്. ഏത് ഗ്യാസ് ആണ് നമ്മൾ ഗ്യാസ് ഫിലമെന്റ് ലാമ്പിൽ നോർമലി യൂസ് ചെയ്യുക? ഓപ്ഷൻ സി ആണ്, നൈട്രജൻ ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഗ്യാസ്. ഫിലമെന്റ് ലാമ്പ്സിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. അടുത്തത് 23ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംപ്സ് ഗീവ് നിയർലി മോണോക്രോമാറ്റിക് ലൈറ്റ്? മോണോക്രോമാറ്റിക് ലൈറ്റ് തരുന്നത് തന്നിരിക്കുന്ന ഏത് ലാമ്പാണ്? സോഡിയം വേപ്പർ ലാമ്പാണ് നമുക്ക് മോണോക്രോമാറ്റിക് ലൈറ്റ് തരാം. ഓർത്തിരിക്കാം, മോണോക്രോമാറ്റിക് ലൈറ്റ് തരാം സോഡിയം വേപ്പർ ലാമ്പാണ്. അടുത്തത് പവർ ഫാക്ടർ ഈസ് ഹയസ്റ്റ് ഇൻ കേസ് ഓഫ്, തന്നിരിക്കുന്നതിൽ ഏതിലാണ് പവർ ഫാക്ടർ ഹയസ്റ്റ് ആയിരിക്കാം? ഓക്കെ, GLS ലാമ്പിലാണ് പവർ ഫാക്ടർ നോർമലി ഹയസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു പവർ ഫാക്ടർ ലോവസ്റ്റ് ഉള്ളത് ആർക്ക് ലാമ്പിലാണ്. പവർ ഫാക്ടർ ലോവസ്റ്റ് ഉള്ളത് നമ്മുടെ ആർക്ക് ലാമ്പിലാണ്. ആർക്ക് ലാമ്പിലാണ് ലോവസ്റ്റ്. അതുപോലെ ഹയസ്റ്റ് ഉള്ളത് GLS-ലാണ്. അതുപോലെ UPF ഉള്ളത് നമ്മുടെ ഫിലമെന്റ് ലാമ്പിനാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കാം. അടുത്തത് LED ലാമ്പ് ഹാവ് എ ജനറൽ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ്, നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന LED ലാമ്പ്സിന്റെ ലൈഫ് സൈക്കിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി ഏകദേശം 50,000 hours ആണ് നമ്മുടെ LED ലാമ്പിന്റെ എഫിഷ്യൻസി നോർമലി. അടുത്തത് 26ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലൂറസെന്റ് ലാമ്പ്? ഫ്ലൂറസെന്റ് ലാമ്പിലെ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ആണ് യൂസ് ചെയ്യുക? നമുക്കറിയാം, ഫ്ലൂറസെന്റ് ട്യൂബിലൊക്കെ ഒരു സ്റ്റാർട്ടർ ഉണ്ട്, ഒരു ലൈറ്റ് കത്തുന്ന ടൈപ്പ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പണ്ടത്തെ ഫ്ലൂറസെന്റ് ലാമ്പ്സിലെ ട്യൂബ്സിലൊക്കെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒരു ബ്ലൂ കളറിൽ കത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടർ ആണ്. അടുത്തത് ദ ഇലുമിനേഷൻ ലെവൽ ഇൻ ഹൗസസ് ഇസ് ഇൻ ദ റേഞ്ച് ഓഫ്, നമ്മുടെ വീടുകളിൽ നോർമലി ഉള്ള ഇലുമിനേഷൻ ലെവൽ എത്രയാണ്? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 100 to 140 ലുമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇതൊരു ഫിഗർ ആണ്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഓർത്തിരിക്കാം. നമ്മുടെ വീടുകളിലെ ഉള്ള ഇലുമിനേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ 100 മുതൽ 140 വരെയുള്ള ലുമൻസ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഇലുമിനേഷൻ ലെവൽ നമ്മൾ വീടുകളിലുള്ളത്.
ഓക്കെ. അടുത്ത 28ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ടൈപ്പ് ഓഫ് ലാമ്പ് ഗിവ്സ് മോർ ഇലിമിനേഷൻ ഫ്രം ലോ വാട്ടേജ്? ചെറിയ പവർ വെച്ചിട്ട് നല്ല രീതിയിൽ ഇലിമിനേഷൻ തരുന്നത് ഏതാണ്? നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ LED ലാമ്പുകളാണ്, വാട്ടേജും കുറവാണ്, പക്ഷെ ലൈറ്റ് നല്ല ലൈറ്റ്, നോർമലി ഉള്ള ഇൻകാൻഡസെന്റ് ലാമ്പ് അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് ലാമ്പിനെക്കാട്ടും നല്ല രീതിയിൽ നല്ല ബ്രൈറ്റ്നസ്സിൽ നമുക്ക് LED ലാമ്പിൽ നമുക്ക് കിട്ടും വിത്ത് ഫ്രം ലോ വാട്ടേജ്. കൊടുത്തിരിക്കുക LED ലാമ്പാണ് which gives more illumination from low wattage. Okay. അടുത്തത് 29ാമത്തെ ചോദ്യം, light is produced in electric discharge lamps by. ലൈറ്റ് എങ്ങനെയാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് ലാംപ്സിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ടു, ബൈ അയണൈസേഷൻ ഇൻ എ ഗ്യാസ് ഓർ വേപ്പർ. അടുത്തത്, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ലൂമിനൻസ്? ലൂമിനൻസിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലൂമിനൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാൻഡല പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കി. ഓക്കെ, ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ലൂമിനൻസിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, കാൻഡല പെർ മീറ്റർ സ്ക്വയർ ആണ് ലൂമിനൻസിന്റെ യൂണിറ്റ്. ഇത് നേരെ തിരിച്ചു ചോദിക്കാം, among the following which of the following quantities as the unit candela per meter square? കൊടുത്തിരിക്കാം ലൂമിനൻസിന്റെ യൂണിറ്റ് ആണ് കാൻഡല പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. അടുത്തത് 31ാമത്തെ ചോദ്യം, which of the following is not an indoor lighting? തന്നിരിക്കുന്ന ഏതാണ് ഇൻഡോർ ലൈറ്റിംഗ്? 4 ഓപ്ഷനിൽ നമുക്കറിയാം. ഫ്ലഡ് ലൈറ്റ് നമ്മൾ ഗ്രൗണ്ടിലൊക്കെയാണ് നോർമൽ യൂസ് ചെയ്യുക, അപ്പോൾ ഫ്ലഡ് ലൈറ്റ് ആണ് ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് ഔട്ട്ഡോർ ലൈറ്റിംഗ്. ഓക്കെ. അടുത്തത്, ലുമൻസ് പെർ വാട്ട് ഇസ് ദി യൂണിറ്റ് ഓഫ്? ലുമൻസ് പെർ വാട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? ലുമൻസ് പെർ വാട്ട് ലൂമിനൻസ് എഫിഷ്യൻസിയുടെ യൂണിറ്റ് ആണ്. കൊടുത്തിരിക്കുക ലൂമിനൻസ് എഫിഷ്യൻസിയുടെ യൂണിറ്റ് ആണ് ലുമൻസ് പെർ വാട്ട്. അടുത്തത് 33ാമത്തെ ചോദ്യം, ഇൻകാൻഡിസെന്റ് ലാമ്പ് ഇസ് ഫിൽഡ് ബൈ. നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇൻകാൻഡിസെന്റ് ലാമ്പിൽ എന്ത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് ഉള്ളത്? ആർഗൺ ഗ്യാസ് ആണ് നമ്മുടെ ഇൻകാൻഡിസെന്റ് ലാമ്പിൽ ഉള്ളത്. ഓക്കെ. അടുത്തത് 34ാമത്തെ ചോദ്യം, in case of frosted GLS lamp, frosting of shell is done by. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, GLS ലാമ്പിൽ ഫ്രോസ്റ്റിംഗ് ഓഫ് ഷെല്ല് ചെയ്യുന്നത് ആസിഡ് എച്ചിങ് വഴിയാണ്. ഓക്കെ, ആസിഡ് എച്ചിങ് വഴിയാണ് ഇത് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് 35ാമത്തെ ചോദ്യം, which of the following will need the highest level of illumination? ഓക്കെ, ഹയസ്റ്റ് ലെവൽ ഓഫ് ഇലുമിനേഷൻ ഏതിനാണ് വേണ്ടത്? നമുക്കറിയാം നമ്മുടെ പ്രൂഫ് റീഡിങ്ങിനാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഇലുമിനേഷൻ ആവശ്യമുള്ളത്. അടുത്തത് 36ാമത്തെ ചോദ്യം, ദി സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ഫോർ എ സിനിമ പ്രൊജക്ടർ ഇസ്. ഒരു സിനിമ പ്രൊജക്ടറിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ലാമ്പാണ് യൂസ് ചെയ്യുക? ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക സിനിമ പ്രൊജക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുക കാർബൺ ആർക്ക് ലാമ്പാണ്. ഓക്കെ, ഓർത്തിരിക്കുക കാർബൺ ആർക്ക് ലാമ്പാണ് നമ്മൾ ഒരു സിനിമ പ്രൊജക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുക നോർമലി. 37, ലൂമിനസ് എഫിഷ്യൻസി ഓഫ് എ ഫ്ലൂറസെന്റ് ട്യൂബ് ഇസ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്ലൂറസെന്റ് ട്യൂബിന്റെ എഫിഷ്യൻസി എത്രയാണ്? ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു ലൂമിനസ് എഫിഷ്യൻസിയുടെ യൂണിറ്റ് ലൂമൻസ് പെർ വാട്ട് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലൂറസെന്റ് ട്യൂബിൽ ഉള്ള ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 30 to 40 ലൂമൻസ് പെർ വാട്ട് ആണ്. ഓക്കെ. അടുത്തത് 38ാമത്തെ ചോദ്യം, എ ഫ്ലൂറസെന്റ് ട്യൂബ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺ. ഒരു ഫ്ലൂറസെന്റ് ട്യൂബ് ഏത് ടൈപ്പ് ഓഫ് സപ്ലൈയിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? AC ആണോ DC ആണോ രണ്ടിലും ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പഠിച്ചു ബോത്ത് AC ആൻഡ് DCയിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ DCയിൽ നമ്മൾ പറഞ്ഞു 80% ലെസ് ആയിരിക്കും അതിന്റെ എഫിഷ്യൻസി. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ്? അതിന്റെ സ്ട്രോബോസ്കോപ്പിക് എഫക്ട്. AC ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോബോസ്കോപ്പിക് എഫക്ട് നമുക്ക് ഇതിൽ DCയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് 39ാമത്തെ ചോദ്യം, the ratio of reflected light to incident light. ഈ ഒരു ഫാക്ടറിനെ എന്താണ് വിളിക്കുക? റിഫ്ലക്റ്റഡ് ലൈറ്റ് ടു ഇൻസിഡന്റ് ലൈറ്റ്. ഈ ഒരു ഫാക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ ഫാക്ടർ. ഓർത്തിരിക്കുക, റിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ബൈ ഇൻസിഡന്റ് ലൈറ്റ് ആണ്. ഓക്കെ. അടുത്തത്, which of the following lamps has shortest അല്ലെങ്കിൽ less ലൈഫ് സ്പാൻ ഇൻ വർക്കിംഗ് അവേഴ്സ്? ഏത് തന്നിരിക്കുന്ന ലാംപ്സിൽ ഏതിനാണ് ലെസ് ലൈഫ് സ്പാൻ ഉള്ളത്, വർക്കിംഗ് അവേഴ്സ് ഉള്ളത്? നമുക്കറിയാം നമ്മുടെ ഇൻകാൻഡിസെന്റ് ലാമ്പിനാണ് വർക്കിംഗ് അവേഴ്സ് കുറവുള്ളത്, കൂടുതലുള്ളത് നമ്മുടെ LED-ക്കാണ്. ഓക്കെ. അടുത്തത് 41ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംപ്സ് എംപ്ലോയീസ് എ ബൈ മെറ്റാലിക് സ്ട്രിപ്സ്? ഏത് ലാമ്പിനാണ് ഒരു ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഉള്ളത്? നമ്മൾ കാണുന്ന ഫ്ലൂറസെന്റ് ലാമ്പിലാണ് നമുക്ക് ബൈ മെറ്റാലിക് സ്ട്രിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ. അടുത്തത് 42ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംപ്സ് ഇസ് യൂസ്ഡ് ആസ് എ സൈൻ ഓർ ഇൻഡിക്കേറ്റർ ലാമ്പ്? ഇൻഡിക്കേറ്റർ ലാമ്പ് ആയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ഇൻഡിക്കേറ്റർ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലാമ്പ് ആയിരിക്കും.
ഇതിൽ കൊടുത്തിരിക്കുന്ന 3 എണ്ണം ഹാലജനും ഫ്ലൂറസെന്റും ഇൻകാൻഡിസെന്റും ഒക്കെ ഭയങ്കര വലിയ ലാംപ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. നിയോൺ ലാമ്പ്. നിയോൺ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബൾബാണ്. നമ്മുടെ ഇലക്ട്രിക് പാനൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലാംപ്സിനെയാണ് നമ്മൾ നിയോൺ ലാംപ്സ് എന്ന് പറയാം. ഓക്കെ. അടുത്തത് 43ാമത്തെ ചോദ്യം. ഫോർ ഇൻഡോർ ലൈറ്റിംഗ് ദ റേഞ്ച് ഓഫ് സ്പേസ് ടു ഹൈറ്റ് ഇസ്. നമ്മൾ നേരത്തെ പഠിച്ചു നോർമലി ഇലുമിനേഷന്റെ സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ എന്തിന്റെ ഇടയിലാണ് വരുന്നത്? നമ്മൾ പഠിച്ചു 1 to 2 ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ 1 to 2 ഇതിൽ ഏതുള്ളത്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഫോർ ഇൻഡോർ ലൈറ്റിംഗ് ദ റേഞ്ച് ഓഫ് സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ ഈസ് 1 to 2. അടുത്തത് 44ാമത്തെ ചോദ്യം. ദ ഡാഷ് ലാംപ്സ് ആർ യൂസ്ഡ് ടു ലൈറ്റ് അപ്പ് സ്പോർട്സ് സ്റ്റേഡിയം. സ്പോർട്സ് സ്റ്റേഡിയം ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ട് എന്ത് ടൈപ്പ് ഓഫ് ലാംപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക? എന്ന് പറഞ്ഞാൽ സോഡിയം വേപ്പർ ലാംപ്സ് ആയിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഓക്കെ. സോഡിയം വേപ്പർ ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിന്റെ എമിറ്റ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. ഓർത്തിരിക്കുക. അടുത്തത് 45ാമത്തെ ചോദ്യം. എ ചോക്ക് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ. എങ്ങനെയാണ് ഒരു ചോക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ നേരത്തെ പഠിച്ചു ചോക്ക് എന്തായിരുന്നു? ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ ആണ്. ഓക്കെ. അത് ഫിലമെന്റ് ലാമ്പായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാൻ, ഫിലമെന്റ് ആയിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ചോക്ക് നമുക്ക് ഒരു RL സീരീസ് സർക്യൂട്ട് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ചോക്ക് നമുക്ക് RL സീരീസ് സർക്യൂട്ട് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഓക്കെ. പ്രത്യേകിച്ച് ഇതിന്റെ യൂണിറ്റ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ചോക്കുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ലാംപ്സ്, ഓരോ ലാമ്പിന്റെ കളറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഈ 45 ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കിന്റെ PYQ ആയി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.